പൂരങ്ങളുടെ നാട്ടിൽ ഇനി മെഗാ ഓഫറുകളുടെ തൃശൂർ പൂരം. മലബാർ ഡിജിറ്റലിൽ വിലക്കിഴിവിന്റെ പൊടിപൂരം. ഇലക്ട്രോണിക്സ്, ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ ആൻഡ് ആക്സസറീസ്. മലബാർ ജംഗ്ഷൻ, SMP ജംഗ്ഷൻ, മെയിൻ റോഡ്, ഷൊർണൂർ. കേന്ദ്ര സർക്കാർ കർഷകരെ അവഗണിക്കുന്നു. കേരള കർഷകർക്ക് പ്രത്യേക സഹായ പാക്കേജ് നൽകണമെന്ന് MP കെ രാധാകൃഷ്ണൻ. ലോക്സഭയിൽ നടന്ന ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു MP. കേന്ദ്ര സർക്കാർ കാർഷിക മേഖലയെ അവഗണിക്കുകയാണെന്നും കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായ നയങ്ങളുമായിട്ടാണ് മുന്നോട്ടു പോകുന്നതെന്ന് കെ രാധാകൃഷ്ണൻ MP. ലോക്സഭയിൽ നടന്ന കേന്ദ്ര കാർഷിക വകുപ്പിന്റെ വകുപ്പ് തല ധനാവശ്യങ്ങൾ സംബന്ധിച്ച ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞു. 2024-25 സാമ്പത്തിക വർഷത്തിൽ കാർഷിക മേഖലയ്ക്ക് 1,20,775 കോടി ബഡ്ജറ്റായി അനുവദിച്ചപ്പോൾ പുനർനിർണയ ബഡ്ജറ്റിൽ അത് 1,38,980 കോടിയായി. എന്നാൽ ഈ വർഷം വീണ്ടും ഇത് 1,24,341 കോടിയിലേക്ക് താഴ്ത്തിയിരിക്കുകയാണ്. ഇത് കേന്ദ്ര സർക്കാരിന്റെ കർഷക വിരുദ്ധ സമീപനം വ്യക്തമാക്കുന്നു. ലക്ഷക്കണക്കിന് കോടി രൂപയുടെ കോർപ്പറേറ്റുകളുടെ ലോൺ കേന്ദ്ര സർക്കാർ എഴുതിത്തള്ളുമ്പോൾ കർഷകരുടെ കടം എഴുതിത്തള്ളണമെന്നുള്ള ആവശ്യം നിരാകരിക്കുകയാണ്. ലക്ഷക്കണക്കിന് കർഷകരാണ് ഈ സർക്കാരിന്റെ കർഷക വിരുദ്ധ നയം കാരണം ആത്മഹത്യ ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. കേന്ദ്രത്തിന്റെ പ്രത്യേക കാർഷിക പാക്കേജ് കേരളത്തിന് അനുവദിക്കണമെന്നും സംസ്ഥാനത്തിന്റെ ആവശ്യമായ റബ്ബറിന് 200 രൂപ താങ്ങുവിലയായി പ്രഖ്യാപിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്നും ലോക്സഭയിൽ ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന രാജ്യത്ത് പൂർണ്ണതോതിൽ പരാജയപ്പെട്ടെന്നും കർഷകർക്ക് ആവശ്യമായ നഷ്ടപരിഹാരം നൽകുന്നതിന് വളരെ ദീർഘമായ സമയമാണ് ഇപ്പോൾ എടുക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. MS സ്വാമിനാഥൻ കമ്മീഷൻ ശുപാർശ ചെയ്ത 50% കുറഞ്ഞ താങ്ങുവില നടപ്പിലാക്കുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാർ പിന്നോട്ടു പോയിരിക്കുകയാണെന്നും ഇത് നടപ്പാക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും ഈ ബഡ്ജറ്റ് കർഷകരെക്കാൾ കോർപ്പറേറ്റുകൾക്ക് മുൻഗണന നൽകുകയാണ് സർക്കാർ ചെയ്യുന്നതെന്നും അതുകൊണ്ട് കാർഷിക വകുപ്പിന്റെ ബഡ്ജറ്റിന്റെ ഗ്രാന്റുകളെ എതിർക്കുകയാണെന്നും കെ രാധാകൃഷ്ണൻ MP ലോക്സഭയിൽ നടന്ന ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് CCV.